നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു സത്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കയ്യിൽ വലിയ ബ്രാൻഡ് വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പണമില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നാൽ മതി എന്നാണ്. നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അലങ്കോലമായി കിടക്കുന്ന മുടി, ഒന്നിനൊന്ന് ചേരാത്ത നിറങ്ങളുള്ള വസ്ത്രങ്ങൾ, ഒട്ടും ശ്രദ്ധിക്കാത്ത ശരീരം. ഇത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോട് എന്ത് ബഹുമാനമാണ് തോന്നുന്നത്? പലപ്പോഴും നമ്മൾ വിചാരിക്കും, വലിയ പാർലറിൽ പോകാനും ലക്ഷറി വസ്ത്രങ്ങൾ വാങ്ങാനും എൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഇങ്ങനെ പോയാൽ മതി എന്ന്. എന്നാൽ ഇന്ന് നിങ്ങളുടെ ആ ധാരണ ഞാൻ തിരുത്താൻ പോവുകയാണ്. ഭംഗിയായിരിക്കാനും ഒരു എക്സ്പെൻസീവ് ലുക്ക് കൊണ്ടുവരാനും ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ആവശ്യമില്ല. വളരെ കുറഞ്ഞ ചിലവിലോ അല്ലെങ്കിൽ ഒട്ടും പണം ചിലവാക്കാതെയോ എങ്ങനെ നിങ്ങൾക്ക് നല്ല റിച്ച്, ക്ലാസി, എലഗന്റ് ലുക്ക് സ്വന്തമാക്കാമെന്നാണ് ഈ വീഡിയോ ഞാൻ വിശദമായി പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ ആളുകൾ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ലോകം വില നൽകാൻ തുടങ്ങും. നിങ്ങൾ മനസ്സിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എന്തുകൊണ്ട് നമ്മൾ വെൽ ഗ്രൂംഡ് ആയിരിക്കണം എന്ന് നോക്കാം. ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഒരു ചോദ്യം മനസ്സിൽ വരാം. ഞങ്ങൾ എന്തിനാണ് എക്സ്പെൻസീവായി കാണപ്പെടാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരുന്നാൽ പോരെ? കാണുന്നവർ ഞങ്ങളുടെ മനസ്സിനെയാണ് സ്നേഹിക്കേണ്ടത്, അല്ലാതെ ഡ്രസ്സിനെയല്ല. കേൾക്കാൻ നല്ല ഭംഗിയുള്ള വരികളാണിതൊക്കെ. പക്ഷേ യാഥാർത്ഥ്യമെന്തെന്നറിയാമോ? നിങ്ങളുടെ മുടി ചീകാതെ വസ്ത്രധാരണത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ നിങ്ങൾ നടക്കുമ്പോൾ അത് കാണിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സല്ല, മറിച്ച് നിങ്ങളുടെ മടിയാണ്. മടിയനായിരിക്കുക എന്നത് അത്ര നല്ല കാര്യമാണോ? അതേസമയം നിങ്ങൾ സ്വന്തം ശരീരശുദ്ധിയും ബേസിക് ഹൈജീനും പാലിക്കുകയും കുറച്ചൊന്ന് ഭംഗിയായി ഒരുങ്ങി നടക്കുകയും ചെയ്താൽ കാണുന്നവർക്കും അത് വലിയൊരു പോസിറ്റീവ് എനർജി നൽകും. നമ്മുടെ വ്യക്തിത്വം കൂടുതൽ മനോഹരമാക്കാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. ഈ ടിപ്പുകൾ നിങ്ങൾ പുറത്തു പോകുമ്പോൾ മാത്രമല്ല, വീട്ടിലിരിക്കുമ്പോഴും ശീലമാക്കണം. കാരണം പുറത്തു പോകുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ കാണും, എന്നാൽ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കാണുന്നത്. സ്വയം ബഹുമാനിക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ഗ്രൂമിംഗ്. ഇനി വസ്ത്രധാരണത്തിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഡ്രസ്സിംഗ് സെൻസാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ആദ്യ പരസ്യം. നമ്മൾ വായി തുറന്ന് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങും. ചില ഗേൾസ് വിചാരിക്കാറുണ്ട്, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ മോഡേണായ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ചെറിയ വസ്ത്രങ്ങളോ ധരിക്കണമെന്ന്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. നിങ്ങൾ ഏതെങ്കിലും മാർക്കറ്റിലോ മാളിലോ ഒക്കെ പോകുമ്പോൾ ചിലരെ നോക്കി നിന്ന് പോകാറില്ലേ? അവർ വലിയ ബ്രാൻഡ് വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടുണ്ടാകില്ല, എങ്കിലും അവിടെ ആ ഒരു ഗാംഭീര്യം നമ്മളെ ആകർഷിക്കും. അതെങ്ങനെയാണ് എന്ന് നോക്കാം. വളരെ വലിയ പ്രിന്റുകളുള്ളതും ഒരുപാട് ഡിസൈനുകൾ നിറഞ്ഞതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അത് കാണാൻ അത്ര ഭംഗിയുണ്ടാകില്ല. മാത്രമല്ല അത് നിങ്ങളുടെ ലുക്കിനെ ചീപ്പാക്കി മാറ്റുകയും ചെയ്യും. സിനിമ താരങ്ങളൊക്കെ അത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് സ്ക്രീനിലെ ഭംഗിക്ക് വേണ്ടിയാണ്, എന്നാൽ നോർമൽ ലൈഫിൽ അതല്ല അനുയോജ്യം. അതുകൊണ്ടാണ് എപ്പോഴും സിമ്പിളായ വലിയ പ്രിന്റുകളില്ലാത്ത വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമായി വരുന്നത്. പ്രിന്റുകളില്ലാത്ത ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളെയാണ് നമ്മൾ സോളിഡ് കളറുകൾ എന്ന് പറയുന്നത്. ഇത് കണ്ണുകൾക്ക് നല്ല കുളിർമ നൽകും. ഇത്തരം വസ്ത്രങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതുപയോഗിച്ച് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. അടുത്തായിട്ട് ദ മാജിക് ഓഫ് കളേഴ്സ്. നിങ്ങളുടെ അലമാരയിൽ ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ നിറച്ചു വെക്കേണ്ട കാര്യമില്ല. കൃത്യമായ ചില നിറങ്ങളുണ്ടെങ്കിൽ അവ മാറി മാറി ധരിച്ച് നിങ്ങൾക്ക് നൂറുകണക്കിന് പുതിയ സ്റ്റൈലുകൾ ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും നിങ്ങളുടെ പക്കലുണ്ടായിരിക്കേണ്ട ബേസിക് നിറങ്ങളാണ് ബ്ലാക്ക്, വൈറ്റ്, ബീജ് എന്നിവ. അല്പം കളർഫുൾ ആകണമെന്നുണ്ടെങ്കിൽ പേസ്റ്റൽ നിറങ്ങളോ ഗ്രേ കളറോ തിരഞ്ഞെടുക്കാം. ഈ നിറങ്ങളെല്ലാം നാച്ചുറലായി തന്നെ ഒരു ഹൈ ക്ലാസ് ലുക്ക് നൽകുന്നവയാണ്. അടുത്തായിട്ട് മോണോക്രോം സ്റ്റൈൽ. നിങ്ങളുടെ ടോപ്പും ബോട്ടവും ഒരേ നിറത്തിലോ അല്ലെങ്കിൽ ഒരേ കളർ ടോണിലോ ധരിക്കുന്നതിനെയാണ് മോണോക്രോം ലുക്ക് എന്ന് പറയുന്നത്. അത് സാരിയോ സൽവാറോ വെസ്റ്റേൺ വസ്ത്രങ്ങളോ എന്തുമായിക്കോട്ടെ, ഒരേ നിറത്തിൽ ധരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷറി ഫീൽ കിട്ടും. ഇതിന്റെ മറ്റൊരു ഗുണം എന്തെന്നാൽ ഇത് നിങ്ങളുടെ ഹൈറ്റ് കൂടുതൽ തോന്നിപ്പിക്കുകയും ചെയ്യും. കടും മഞ്ഞ, നിയോൺ പച്ച തുടങ്ങിയ അമിതമായി തിളങ്ങുന്ന കളറുകൾ ഒഴിവാക്കുക. നിങ്ങളുടെ ബോഡിയിൽ ഒരുമിച്ച് ഒരുപാട് നിറങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി 1-2 നിറങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബ്രാൻഡിനേക്കാൾ ക്വാളിറ്റിയിൽ വേണം നമ്മൾ ശ്രദ്ധ ചെലുത്താൻ. പലരുടെയും വിചാരം വലിയ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വസ്ത്രങ്ങൾ ധരിച്ചാലേ തങ്ങൾക്ക് വിലയുണ്ടാകൂ എന്നാണ്. എന്നാൽ ബ്രാൻഡിന് പിന്നാലെ ഓടാതെ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വലിയ ബ്രാൻഡുകൾ ഈടാക്കുന്ന പണത്തിനുള്ള മൂല്യം പലപ്പോഴും ആ വസ്ത്രങ്ങൾക്കുണ്ടാകാറില്ല. അവർ അവരുടെ പേരിനാണ് ആ തുക വാങ്ങുന്നത്. വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ കോട്ടൺ, ലിനൻ, ഷിഫോൺ തുടങ്ങിയ നല്ല തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. വളരെ നേർത്ത, സിന്തറ്റിക്കായ, അമിതമായി തിളങ്ങുന്ന വില കുറഞ്ഞ മെറ്റീരിയലുകൾ ഒഴിവാക്കുക. ഓൺലൈൻ ഷോപ്പിൽ നടത്തുമ്പോൾ വസ്ത്രം കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ തുണി തൊട്ടറിഞ്ഞ് ക്വാളിറ്റി ഉറപ്പുവരുത്തുക. മികച്ച തുണിത്തരങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അടുത്തായി ശ്രദ്ധിക്കേണ്ടത് ആഭരണങ്ങളാണ്. മിനിമൽ ആക്സസറി റൂൾ എപ്പോഴും ഓർക്കുക.
ആഭരണങ്ങൾ ധരിക്കുന്നത് നാച്ചുറലാണ്. എന്നാൽ സാധാരണ ദിവസങ്ങളിൽ വളരെ സിമ്പിളായിട്ടുള്ള ആഭരണങ്ങൾ മാത്രം ധരിക്കാൻ ശ്രമിക്കുക. കഴുത്തിൽ ചെറിയൊരു സിമ്പിൾ ചെയിൻ, കാതിൽ ചെറിയ കമ്മലുകൾ, കയ്യിൽ നല്ലൊരു വാച്ച്, ഇത് മാത്രം മതി നിങ്ങളെ ഒരു പ്രൊഫഷണലായും എലിഗന്റായും തോന്നിപ്പിക്കാൻ. മുടി എപ്പോഴും വൃത്തിയായി കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അഴിച്ചിടുകയോ ചെയ്യാം. സ്ലീക്ക് ബൺ അല്ലെങ്കിൽ നല്ലൊരു ഹൈ പോണിറ്റെയിലൊക്കെ നല്ല ക്ലാസി ലുക്ക് നൽകുന്നവയാണ്. അതുപോലെ തന്നെ ചെരുപ്പുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ എത്രയൊക്കെ നന്നായി ഒരുങ്ങിയാലും നിങ്ങളുടെ ചെരുപ്പുകൾ വൃത്തികെട്ടതാണെങ്കിൽ നിങ്ങളുടെ ആകെ ലുക്കും നശിച്ചു പോകും. നമ്മുടെ നാട്ടിലെ റോഡുകളിൽ പൊടിയും ചെളിയുമൊക്കെ നാച്ചുറലാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 തവണയെങ്കിലും നിങ്ങളുടെ ചെരുപ്പുകൾ നന്നായി വൃത്തിയാക്കി വെക്കുക. ആളുകളുടെ ശ്രദ്ധ എപ്പോഴും നിങ്ങളുടെ മുഖത്തിന് ശേഷം ചെരുപ്പുകളിലേക്കാണ് പോകുന്നത് എന്ന കാര്യം എപ്പോഴും ഓർക്കുക. ഒരു പുതിയ വസ്ത്രം വാങ്ങിയാൽ അതപ്പോൾ തന്നെ ധരിച്ച് പുറത്തേക്ക് പോകുന്ന ശീലം പലർക്കുമുണ്ട്. അതിൽ ഒരുപാട് ചുളിവുകൾ ഉണ്ടാകും. നമ്മൾ വസ്ത്രങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ വസ്ത്രങ്ങൾ നമ്മളെയും ബഹുമാനിക്കില്ല. അതുകൊണ്ട് വസ്ത്രങ്ങൾ എപ്പോഴും നന്നായി ഇസ്തിരിയിട്ട് മാത്രം ധരിക്കുക. ചുളിവുകളുള്ള വസ്ത്രങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ വളരെ മോശമായി കാണിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് കോപ്പീസ് ഒഴിവാക്കുക. വലിയ ബ്രാൻഡുകളുടെ ഫസ്റ്റ് കോപ്പീസ് അല്ലെങ്കിൽ ഫേക്ക് ലോഗോകൾ വെച്ച വസ്ത്രങ്ങളും ബാഗുകളും വാങ്ങുന്ന ശീലം പലർക്കുമുണ്ട്. എന്നാൽ അത് കാണുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും അത് ഫേക്ക് ആണ് എന്ന്. നിങ്ങളുടെ വ്യക്തിത്വം ഒറിജിനലാണ്. അതിലെന്തിനാണ് വ്യാജത്വം കൊണ്ടുവരുന്നത്? വലിയ ബ്രാൻഡുകളുടെ വ്യാജ ലോഗോയുള്ള ബാഗുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ലോഗോകളില്ലാത്ത സിമ്പിളായിട്ടുള്ള നല്ല ലോക്കൽ ബാഗുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഫേക്ക് റിച്ച് ആകാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് നമ്മുടെ ലുക്കിൽ ഒരു മാന്യത കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അടുത്തായിട്ട് ബോഡി ലാംഗ്വേജും പെർഫ്യൂമും. ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ ലക്ഷറി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇരിക്കുമ്പോൾ എപ്പോഴും നിവർന്നിരിക്കുക. സംസാരിക്കുമ്പോൾ ആളുകളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക. വായ തുറന്ന് വലിയ ശബ്ദത്തിൽ ചിരിക്കുകയോ മറ്റുള്ളവരെ തുറച്ചു നോക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. ഫുഡ് കഴിക്കുമ്പോൾ വായ അടച്ചു പിടിച്ച് ചവയ്ക്കാൻ ശ്രമിക്കുക. ഒപ്പം ശബ്ദമുണ്ടാക്കാതെ കഴിക്കുക. ചായയോ കോഫിയോ കുടിക്കുമ്പോൾ വലിയ ശബ്ദമുണ്ടാക്കുന്ന രീതിയും ഒഴിവാക്കുക. അതുപോലെ പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സുഗന്ധം ആളുകൾ അടുത്തു വരുമ്പോൾ മാത്രം തിരിച്ചറിയണം. അല്ലാതെ നമ്മൾ ദൂരെ നിന്ന് വരുമ്പോൾ അത് വിളിച്ച് പറയരുത്. അമിതമായ സ്ട്രോങ് മണമുള്ള പെർഫ്യൂമുകൾ ആളുകളിൽ തലവേദന ഉണ്ടാക്കും. അതുകൊണ്ട് സിമ്പിളായ നല്ല സുഗന്ധമുള്ളവ മാത്രം തിരഞ്ഞെടുക്കുക. ഇത്തരത്തിലുള്ള ചില സിമ്പിൾ പെർഫ്യൂമുകളുടെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം. നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ വിധി മാറ്റി എഴുതാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങൾ ഉള്ളിൽ നിന്ന് എന്ത് ചിന്തിക്കുന്നോ അത് നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കും. നിങ്ങളുടെ പോക്കറ്റിൽ എത്ര പണമുണ്ട് എന്നതല്ല പ്രാധാന്യം, നിങ്ങളുടെ വ്യക്തിത്വം എത്രമാത്രം സമ്പന്നമാണ് എന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ചില പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.